Okay. Okay. Good morning, all of you. Okay, അല്ലേ? റേഞ്ചിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട്. ഓക്കെ. അപ്പൊ എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. പേര് അറിയാം, ഷിജിത്താണ്, വീട് മലപ്പുറമാണ്. ഇപ്പൊ ഇന്ന് ZDC എന്ന റാങ്കിൽ നിന്ന് പ്രവർത്തിക്കുന്നു. അപ്പൊ ഈ ഒരു മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ബിസിനസ് എങ്ങനെയായിട്ട് ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നത്. കാരണം ഒരു മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗും അതുപോലെ തന്നെ സാധാരണ ജോലിയും തമ്മിലുള്ള ഒരു വ്യത്യാസത്തിന്റെ ഒരു അന്തരം കൊണ്ടാണ് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ ഉള്ളൊരു പ്രചോദനം ഉണ്ടായിട്ടുള്ളത്. കാരണം എന്താ വെച്ചാല് നമ്മള് പഠിക്കുന്ന കാലത്ത്, ഇപ്പൊ ഞാനൊരു MSc സ്റ്റുഡന്റ് ആയിരുന്നു, അതായത് PG സ്റ്റുഡന്റ് ആയിരുന്നു. ആ ഒരു സമയത്താണ് എനിക്ക് ഈ ഒരു അവസരം കിട്ടുന്നത്. എന്താ വെച്ചാൽ ഈ ഒരു അവസരത്തിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത് നമ്മളുടെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് കോഴിക്കോടിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകനാണ് പറഞ്ഞത്, ഷീത്ത് എങ്ങനെയാണ് ഒരു ജസ്റ്റ് ഒന്ന് പോയി നോക്കല്ലേ, കേട്ട് നോക്കല്ലേ എന്നുള്ള രീതിയിൽ സംസാരിച്ച സമയത്ത് ഓക്കെ പക്ഷെ നമുക്കൊന്ന് പോയി നോക്കാന്നുള്ള രീതിയിൽ നമ്മൾ പോയി നോക്കി. ആദ്യം തന്നെ ഈ ഒരു പ്രോഗ്രാമിലാണ് ഈ ഒരു അവസരം എനിക്ക് കിട്ടുന്നത്. ഈ ഒരു പ്രോഗ്രാം കേട്ടതിന് ശേഷം എന്തുകൊണ്ട് ഈ അവസരം ഏറ്റെടുത്തൂടാ എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉള്ളിലുണ്ടായി. കാരണം എന്താ വെച്ചാല് സാധാരണ നമ്മൾ എല്ലാ ആളുകളും എന്താ ചെയ്യുന്നത്, ഇപ്പൊ മലയാളീസ് പ്രത്യേകിച്ച് എന്താ വെച്ചാല് മലയാളീസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മള് എന്താ ചെയ്യണേ, മക്കളെ പഠിപ്പിച്ച് എന്താ ചെയ്യണേ, 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ LKG മുതൽ അംഗനവാടി മുതൽ അവരെത്രത്തോളം പഠിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിപ്പിച്ചിട്ട് എത്ര പഠിക്കാൻ വെച്ചാൽ പഠിച്ചോ, അതിന് ശേഷം നല്ലൊരു ജോലിക്ക് പോയിക്കോ എന്നുള്ളതാണ് രക്ഷിതാക്കന്മാര് പറയാം, അല്ലെ? ഹലോ, എല്ലാ ആളുകളും അതാ പറയാം. കാരണം എന്താ വെച്ചാൽ എത്ര വേണേലും പഠിച്ചു എന്നിട്ട് നല്ലൊരു ജോലി, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി, നല്ല ശമ്പളം കിട്ടുന്ന ഒരു ജോലി, അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസ്, അതായത് ഗൾഫ്, അതായത് UAE, അതായത് അറേബ്യൻ കൺട്രീസും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മക്കളെ പറഞ്ഞയക്കാണ്. ലക്ഷങ്ങളും ഒക്കെ മുടക്കിയിട്ട് എന്ത് ചെയ്യാണ്, ഈ നാട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, പറിച്ചു നടുക എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മള് നല്ല കാലത്തൊക്കെ സ്കൂളിൽ പോയി പഠിച്ചിട്ട് അതിനുശേഷം ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്കൂളുകളിലാണ്, വീട്ടിലല്ല, സ്കൂളുകളിലാണ് ഏറ്റവും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. ഈ സമയം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ കുട്ടി പഠിച്ചതിന് ശേഷം ജോലിക്ക് പോകുന്നതും ചിലപ്പോൾ നാട്ടിലാവാം, ചിലപ്പോൾ കുറച്ച് ദൂര സ്ഥലങ്ങളിലാവാം, പല പല സംസ്ഥാനങ്ങളിലാവാം, ചിലപ്പോൾ ഫോറിൻ കൺട്രീസിലാവാം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നാളെ ഫാമിലിക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? നമ്മൾക്ക് വേണ്ടി സ്വന്തം ജീവിക്കാൻ പോലും നമ്മൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്നത്തെ രക്ഷിതാക്കന്മാരെ കാര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മലും ഉമ്മ ഉപ്പ ഇവര് സ്വന്തം ലൈഫ് എൻജോയ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ സ്വന്തം ലൈഫ് നോക്കാനോ വേണ്ടിയിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും ചെയ്യുന്നില്ല. ഇവരെന്ത് ചെയ്യാണ്, ഒരു 20 വയസ്സ് 25 വയസ്സായ സമയത്ത് ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രാരാബ്ദം തുടങ്ങി. പിന്നെ അത് 1-2 വർഷം കൊണ്ട് ഉമ്മയും ഉപ്പൊക്കെ ആയിട്ട് മാറുന്ന സമയത്ത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാം, മക്കളായി. പിന്നെ ഈ മക്കളുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആര്, ഉമ്മയും. അപ്പൊ നമുക്ക് സ്വന്തം ഏതൊരു വ്യക്തിക്ക് എന്താണ് ഒരു ലൈഫിൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ആവറേജ് കണക്കെടുക്കുന്ന സമയത്ത് ഒരു 60-65 ഇല്ലെങ്കിൽ ഒരു 70 വയസ്സ് വരെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു 45 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആരോഗ്യത്തിന്റെ സ്ഥിതി, നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട രീതിയിലാണെന്നുണ്ടെങ്കിൽ 40-45 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഹെൽത്ത്, അതായത് ആരോഗ്യം സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? നമ്മൾ ആരോഗ്യസ്ഥിതി മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മസിൽസിന്റെ സ്ട്രെങ്ത്, അതായത് ചിലപ്പോ ഉണ്ടോ ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ഊരവേദന, നട്ടല് വേദന, മസിൽ പെയിന്, തലവേദന, മൈഗ്രെയിന്, ടെൻഷന്, അസുഖങ്ങള്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുണ്ടാവും, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ നമ്മൾ പറയും. എന്താണ്, ജീവിതശൈലി രോഗങ്ങൾ. ഈ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാനുള്ള മെയിൻ കാരണങ്ങൾ ഇതൊക്കെ തന്നെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, നമ്മൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ എല്ലാ ആളുകളും സ്വന്തം ലൈഫ്, സ്വന്തം ആരോഗ്യം നോക്കിക്കൊണ്ടും നമ്മളുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ടും മറ്റുള്ള ആളുകൾക്കും ഇതുപോലെ നമുക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു മൈ ലൈഫിലേക്ക് കടന്നു വരാനുള്ള മെയിൻ റീസൺ. കാരണം നമ്മൾ എന്നും
ജോലി ചെയ്യുന്നവനൊന്നും ജോലിക്കാരനായിട്ട് പോവാനും, അതായത് പാവപ്പെട്ടവനൊന്നും പാവപ്പെട്ടവനായിട്ട് പോവാനും, പണക്കാരനെന്ന് പണക്കാരനായിട്ട് മാറാനുള്ള ഒരു ഡിഫറൻസ് നമുക്കറിയാം അല്ലെ. നമ്മൾ ഒരു GTS പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാകും ESBI എന്ന്, അതായത് എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ്, ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് അല്ലെ. നമ്മുടെ നാട്ടിൽ, നമ്മളൊരു പഞ്ചായത്തില് അല്ലെങ്കിൽ നമ്മളൊരു സമൂഹത്തിൽ, ഒരു സൊസൈറ്റിയിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കെന്തുണ്ടാവും, എംപ്ലോയീസ് ആൻഡ് സെൽഫ് എംപ്ലോയീസ് ആണ് ഏറ്റവും കൂടുതൽ. 95% ആളുകളും സെൽഫ് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് ആണ്. അതായത് മറ്റുള്ള ആളുകളുടെ കീഴിൽ, അതായത് കീഴിൽ എന്നല്ല, അതായത് മറ്റുള്ള ആളുകളുടെ ബിസിനസ്സിലേക്ക് നമ്മുടെ സമയം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടാണ് ആളുകൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഒരുപാട് ഇപ്പൊ വൈവിധ്യമാർന്നിട്ടുള്ള ലോകമാണ്. അതായത് ഓരോ വ്യക്തികൾക്കും പല പല കഴിവുകളാണ് അല്ലെ. ഹലോ, എല്ലാ ആളുകൾക്കും പല പല കഴിവുകളാണ്. ചിലപ്പോ എന്തുണ്ടാവും, പാട്ട് പാടാനുള്ള കഴിവുണ്ടാവും, ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ടാവും, പ്രസംഗിക്കാനുള്ള കഴിവുണ്ടാവും, ചിലപ്പോ ആളുകളെ സംഘടിപ്പിക്കാനുള്ള കഴിവുണ്ടാവും, ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ടാവും, പിന്നെ എഴുതാനുള്ള കഴിവുണ്ടാവും. അങ്ങനെ ഒരുപാട് കഴിവുകൾ, വൈവിധ്യമാർന്നിട്ടുള്ള ലോകമാണ് ഇപ്പൊ നമ്മളെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്, അതായത് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചും അവരവന്റെ കഴിവിനനുസരിച്ചും മുന്നേറാൻ ഇവിടെ ഇരിക്കുന്നല്ല, നമ്മൾ കാണുന്ന ഒരു മനുഷ്യന്മാർക്കും എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു സാഹചര്യം നമുക്ക് ഒത്തു വന്നിട്ടില്ല. ആ ഒരു സാഹചര്യം നമുക്ക് ഒത്തുവരാത്തതിന് മെയിൻ കാരണം എന്താണ്? നമുക്ക്, അതായത് നമ്മളുടെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനോ ഇല്ലാന്നുണ്ടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനോ വേണ്ടിയിട്ട് പണം ഒരു തടസ്സമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് പല ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ വെച്ചാല്, പണം നമ്മളുടെ ഒരു കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഒരു ആഗ്രഹങ്ങൾക്കും ഒരു തടസ്സം ഇല്ലാത്ത രീതിയിൽ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈ ലൈഫ് സ്റ്റൈൽ ഏറ്റെടുക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അവസ്ഥ ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ തുടങ്ങാനോ വേണ്ടിയിട്ട് വലിയൊരു രീതിയിൽ അസറ്റ് ക്രിയേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അത്യാവശ്യമുണ്ട്. അപ്പൊ ഏതൊരു ആളുകൾക്കും ഇപ്പൊ ബിസിനസ്സും അതുപോലെ തന്നെ മൈ ലൈഫും തമ്മിലുള്ള ഒരു അന്തരാണ് ജസ്റ്റ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം എന്താ വെച്ചാൽ, ജോലി ചെയ്യുന്നവനെന്നും ജോലിക്കാരനായിട്ട് പോവുകയും ചെയ്യും, അതുപോലെ തന്നെ ബിസിനസ്സുകാരനെന്നും ബിസിനസ്സുകാരനായിട്ട് പോവും. പക്ഷെ നമ്മൾ നോക്കി കാണുന്ന സമയത്ത് നമ്മളെ സമൂഹത്തില് ജോലിക്കാരാണോ ബിസിനസ്സുകാരാണോ ഏറ്റവും നല്ല ക്വാളിറ്റി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ടെൻഷൻ ഉണ്ടാവാം, കടങ്ങൾ ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം, പക്ഷെ അവര് ആഗ്രഹിച്ച രീതിയിൽ അവർക്ക് ജീവിക്കാനും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാനും ആഗ്രഹിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, സാധിക്കാനൊക്കെ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വലിയൊരു ലക്ഷങ്ങളോ കോടികളോ മുടക്കും മുതൽ ഇട്ടുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കൂല എന്ന് സ്വയം തോന്നിയത് കൊണ്ടാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന ഒരു കമ്പനിയിൽ നമ്മൾ ഏറ്റെടുത്തത്. കാരണം എന്താ വെച്ചാൽ, ഇവിടെ ഈ മൈ ലൈഫ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയുന്നുണ്ടാവും. കാരണം എന്താ വെച്ചാൽ, മൈ ലൈഫ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു ബിസിനസ് വലിയൊരു, അതായത് ഗ്ലോബൽ ലെവലിൽ, അതായത് വേൾഡ് വൈഡ് ലെവലിൽ നമുക്കൊരു ബിസിനസ് അവസരം ഏതൊരു സാധാരണ വ്യക്തികൾക്കും ഏതൊരാൾക്കും ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് 18 വയസ്സിന് ശേഷം എത്ര വയസ്സ് വരെ വേണമെന്നുണ്ടെങ്കിലും, മരണം വരെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബിസിനസ് അവസരം ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. അത് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് മൈ ലൈഫ്. കാരണം എന്താ വെച്ചാൽ, ലക്ഷങ്ങളോ കോടികളോ ഒന്നും മുടക്കാൻ സാധിക്കാതെ ഒരുപാട് ആഗ്രഹങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഒന്നും ആവാത്ത ഒരുപാട് ആളുകൾ നമ്മളെ വിട്ടിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പോ ഇന്നലത്തെ സിറ്റുവേഷൻ നമ്മൾ എത്ര ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, എത്ര ഉണ്ടാക്കി, വീടാണെങ്കിലും സ്വത്താണെങ്കിലും മുതലാണെങ്കിലും സ്വർണ്ണാണെങ്കിലും ഒക്കെ ഇന്നലത്തെ ആ കുത്തൊഴുക്കിൽ പെട്ടുപോയി. ഇന്നലത്തെ ആ വയനാട്ടിലത്തെ ദുരന്തത്തിൽ പെട്ടുപോയി. എത്ര നമ്മൾ സമ്പാദിച്ചു വെച്ചു, ഇതെല്ലാം പോയി. ഇനി ഇവർ ആദ്യം മുതൽ തുടങ്ങണം. ഒരു ജോലിക്കാരനെ സംബന്ധിച്ച് ഇവിടുത്തെ പ്രാധാന്യമാണ് പറഞ്ഞത്. ഇവിടെ ജോലിക്കാരനെ സംബന്ധിച്ച് ആദ്യം മുതൽ ജോലി എടുത്ത് ചെയ്തുകൊണ്ടിരിക്കണം. ചിലപ്പോ ജോലി നഷ്ടപ്പെടാം, ചിലപ്പോ ഓഫീസ് പോവാം, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ പോവാം. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ, നമ്മൾ ഒരു മൈ ലൈഫിൽ ഒരു ഐഡിയ അടിച്ചിട്ട് നമ്മൾ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 ID നമ്പറാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ID നമ്പറിൽ നമുക്ക് ഒരിക്കലും നിലയ്ക്കാത്തൊരു വരുമാനമാണ് മൈ ലൈഫിലൂടെ കിട്ടുന്നത് എന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല്, ഈ ഒരു 10 നമ്പർ, മൊബൈൽ നമ്പർ പോലെ 10 നമ്പർ നമ്മൾ കിട്ടുന്നുണ്ട്. ഈ ഒരു നമ്പറിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു അസറ്റ് ആണ്. അതായത് ഒരുപാട് സ്വത്തും മുതലും നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ നാളെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്കും ഒന്നും ഉണ്ടാവാത്തൊരു സിറ്റുവേഷൻ ആണ്. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ, നമ്മളെ
ഇന്നോ ഒരു 5 വർഷം മൈ ലൈഫ് ഏറ്റെടുത്ത് സീരിയസ്ലി ചെയ്യുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച്, ഹലോ, ഒരു 5 വർഷം ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഇനി ഇവിടുന്ന് അങ്ങോട്ട്, ഇന്ന് മുതൽ അങ്ങോട്ട് ഈ ഒരു പാസീവ് ഇൻകത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കണം ശരിക്കും എല്ലാ ആളുകളും മൈ ലൈഫ് ചെയ്യേണ്ടത്. പാസീവ് ഇൻകം നമ്മളില്ലാത്തൊരവസ്ഥയിലും നമ്മളെ ഫാമിലി ഇല്ലെങ്കിൽ നമ്മളുടെ മറ്റുള്ള ആളുകള് എന്താണ്, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ നിന്ന് കൈ നീട്ടാത്തൊരു അവസ്ഥ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാല് നഷ്ടപ്പെട്ടത് ഒന്നും നഷ്ടപ്പെട്ടതാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് നമ്മളെ ഇതിൽ എന്താണ്, നമ്മൾ നല്ലൊരു 5 വർഷം കൊണ്ട് നമ്മൾ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് ആളുകളിലേക്ക് ഈ അവസരം എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ അവസരം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കാണ്ട് നമ്മളെ കയ്യിൽ കിട്ടിയുള്ള അവസരങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഫോർവേഡ് ചെയ്യാനും അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കാനും പല പല സംസ്ഥാനങ്ങളിലും ജില്ലകളിലും സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലേക്കൊക്കെ ഈ ബിസിനസ് അവസരം വൈഡ് ആയിട്ട് ഈ ബിസിനസ് അവസരം കൊടുക്കാനൊക്കെ നമ്മളെ കൊണ്ട് എത്രയും പെട്ടെന്ന് സാധിക്കണം എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് സാധിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വർഷങ്ങൾ 10 വർഷം 20 വർഷം 50 വർഷം 30 വർഷം 50 വർഷം കൊണ്ടൊന്നും മൈ ലൈഫിൽ എന്തെങ്കിലും ആയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അതും ജോലി തമ്മിൽ യാതൊരുവിധ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഇന്ന് മുതൽ ഒരു 5 വർഷം സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പെർസിസ്റ്റൻസ്, അതായത് നിലനിന്നുകൊണ്ട്, അതുപോലെ തന്നെ പെർസീവറൻസ് എന്ന് പറയും, അതായത് സ്ഥിരോത്സാഹത്തോട് കൂടിയിട്ട് നിലനിന്നുകൊണ്ട് മൈ ലൈഫ് എന്താണെന്ന് പഠിച്ചുകൊണ്ട്, അതായത് മൈ ലൈഫ് ബിസിനസ് പ്ലാൻ, അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ അവയർനെസ്, ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു 10 ആളുകളുടെ 20 ഒരു 100 500 1000 എത്ര ആളുകളുടെ മുമ്പിൽ നിന്നും പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനും ബിസിനസ് പ്ലാനിനെ കുറിച്ച് പറയാനും അതുപോലെ തന്നെ ബിസിനസിന്റെ ഒരു ക്വാളിറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനും നമ്മൾ പഠിച്ച് ദിനം പ്രതി പഠിച്ച് വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കും തോറും അറിവ് കൂടുന്തോറും പേടി കുറയുന്നതാണ് ലീഡേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൈ ലൈഫിനെ കുറിച്ച് ഏതൊരു വ്യക്തി എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്കത് പറയാനുള്ള ഒരു കാപ്പബിലിറ്റി, ഒരു കപ്പാസിറ്റിയിലേക്ക് എല്ലാ ആളുകളും എത്തണം. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അത് ചിലപ്പോൾ 1-2 വർഷം എടുത്താൽ മാത്രമേ ചിലപ്പോൾ എന്തുണ്ടാവുള്ളൂ, മൈ ലൈഫിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും പ്ലാനിനെ കുറിച്ച് സംസാരിക്കാനും അത് ഒരുപാട് ആളുകളിലേക്ക് സ്വന്തമായിട്ട് പ്രസന്റ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ അത് പഠിച്ച് ചെയ്യേണ്ട ഒരു അവസരം ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇന്ന് മുതൽ ഒരു 5 വർഷം ഞാൻ മൈ ലൈഫിൽ നിന്ന് അത് നിലനിന്നുകൊണ്ടും അതുപോലെ തന്നെ സ്ഥിരോത്സാഹത്തോട് കൂടിയിട്ട് മൈ ലൈഫ് ഏറ്റെടുത്ത് ചെയ്യും എന്നുള്ളൊരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കേണ്ടതുണ്ട്. കാരണം ഇന്നലെ ഒരുപാട് ആളുകളുടെ അവസരങ്ങളാണ് നഷ്ടപ്പെട്ടത്, ഒരുപാട് ആളുകളുടെ സമ്പത്താണ് നഷ്ടപ്പെട്ടത്. പക്ഷെ മൈ ലൈഫ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും സമ്പത്ത് നഷ്ടപ്പെട്ടാലും അവസരങ്ങൾ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതും അതുപോലെ തന്നെ നാളെ നമുക്ക് വലിയൊരു ഗ്രോത്തിലേക്ക് പോകാൻ പറ്റുന്നുള്ളതും ഇന്നലെ നടന്നിട്ടുള്ള ഒരു ദുരന്തത്തിലേക്ക് ഒരുപാട് ആളുകൾക്ക് സഹായിക്കണം എന്നുള്ള ഒരു മൈൻഡുള്ള ആളുകൾ ഉണ്ടാവും. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് സഹായിക്കണം, ഒരു 10 രൂപ, ഒരു 10,000 1000 10,000 ലക്ഷങ്ങളൊക്കെ രൂപകൾ കൊടുത്തിട്ട് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ, ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ, അതുപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാൻ, അവരെ പാർപ്പിക്കാൻ, ഇങ്ങനെ ഒരുപാട് ഇന്നലെ സംഭവിച്ച ദുരന്തങ്ങളിലേക്ക് സഹായം ചെയ്യണമെന്ന ആഗ്രഹങ്ങളുള്ള ഒരുപാട് വ്യക്തികൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. പക്ഷെ ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ കൊടുക്കാൻ സാധിക്കാത്ത വിഷമത്തിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. എനിക്ക് പറ്റുന്നില്ലല്ലോ, എന്റെ കയ്യിൽ ഇല്ലല്ലോ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ ശാരീരികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാന്നുള്ളതിലുപരി നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ മൈ ലൈഫിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് അസറ്റ് ക്രിയേഷൻ ആയി കഴിഞ്ഞാൽ ഇതൊരു ഫാമിലിയാണ്. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പെട്ട് കഴിഞ്ഞാല്, ഇപ്പൊ കേരളത്തിന്റെ ഇന്ത്യന്റെ ഏത് ഭാഗത്തും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് മൈ ലൈഫ് ഡെവലപ്പ് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് അവസരം എത്തിക്കാൻ, ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പല ആളുകൾക്കും നമ്മൾ അറിയുന്നുണ്ടാവും. അപ്പൊ ഷിജിത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ കേരളത്തിൽ ചിലപ്പോ എല്ലാ ഭാഗത്തും പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഇന്നെ അറിയുന്ന മൈ ലൈഫ് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോ ഇന്നെ അറിയുന്നുണ്ടാവും. അപ്പൊ ഞാൻ എവിടെയെങ്കിലും ഒന്ന് പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമുക്ക് അവിടെ ഒരു ഹെൽപ്പ് ഉണ്ടാവും. ഒരു ഫാമിലി രൂപത്തിലാണ് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇപ്പോ അനീഷ് സാറ്, ആലപ്പുഴയിലെ അനീഷ് സാർ ഇപ്പൊ കേരളത്തിലോ ചിലപ്പോ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യന്റെ എവിടെ പോയി കഴിഞ്ഞാലും ചിലപ്പോ അനീഷ് സാർ ഉണ്ട് ഇവിടെ എന്ന് പറയുമ്പോ എന്തായാലും ചിലപ്പോ നമ്മൾ മൈ ലൈഫ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ അവിടെ എത്തും, അല്ലെ? നമ്മളെ സാറിനെ കാണാൻ എത്തും. ചിലപ്പോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ മോശാവസ്ഥയിൽ കാണുകയാണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മളവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും.
അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടെ ഇവിടെ ഉണ്ട്. കാരണം സാധാരണ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലൊക്കാലിറ്റിയിൽ മാത്രം അറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളെ ഫാമിലിക്ക് മാത്രം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമേ നമ്മൾ നിൽക്കുള്ളൂ. നേരെ മറിച്ച് ഇതെന്താ വെച്ചാൽ വാസ്റ്റ് ആയിട്ട് ഓൾ ഓവർ ഇന്ത്യയിൽ ഇപ്പോ ഇനി നാളത്തെ വർഷങ്ങളിൽ നമ്മൾ ഏഷ്യയിൽ തന്നെ നമ്പർ 1 ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മൾ മൈ ലൈഫ്. അപ്പോ ഫാസ്റ്റ് ആയിട്ട് നമുക്കിവിടെ മൈ ലൈഫിൽ നിന്ന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരുപാട് ആളുകളിലേക്ക് ഒരു അവസരം എത്തിക്കുക, ഒരുപാട് ആളുകൾക്ക് നമ്മൾ അറിയപ്പെടുക. അതായത് നമ്മൾ ഒരു പാവപ്പെട്ടവനായിട്ട് ജനിക്കുന്നതോ നമ്മളെ തെറ്റോ രക്ഷിതാക്കന്മാരെ തെറ്റോ ഒന്നുമല്ല. പക്ഷെ നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മൾ പാവപ്പെട്ടവനായിട്ട് ജീവിക്കാന്ന് വെച്ചാൽ നമ്മൾ മാത്രം തെറ്റാണെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഏതൊരു വ്യക്തികൾക്കും ഒരു അവസരമാണ് കാത്തു നിൽക്കുന്നത്. നല്ലൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ, നല്ലൊരു സിറ്റുവേഷന് ഓക്കെ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോ ആ ആളുകളിലേക്കാണ് ഈ മൈ ലൈഫ് എന്നുള്ള ഒരു അവസരം എത്തിയിട്ടുള്ളത്. ഇത് താൻ പാതി ദൈവം പാതി എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. അപ്പൊ എന്താ വെച്ചാല് ദൈവം പാതിയായിട്ടുള്ള കാര്യമാണ് മൈ ലൈഫ്. ഏതൊരാളുകൾക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. സിമ്പിൾ എന്ന് വെച്ചാല് ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ ഒരു ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറയാം. ബ്ലഡ് പ്യൂരിഫയർ അതായത് രക്തം ശുദ്ധീകരിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ആന്തരിക അവയവത്തിന്റെ രക്തം ഏത് ഭാഗത്തിലൂടെ ഒക്കെ ഓടുന്നുണ്ടോ ആ രക്തം ശുദ്ധീകരിക്കുന്നതിലൂടെ ഉള്ളിലുള്ള പ്രോബ്ലംസുകളും അതുപോലെ തന്നെ തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസുകൾ മാറാൻ സഹായിക്കുന്നുണ്ട് എന്ത് ബ്ലഡ് പ്യൂരിഫയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാനും പറ്റണം. ഹലോ. പിന്നെ നമുക്ക് ഡീടോക്സ് എന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ നമ്മൾ ചെറുപ്പം മുതൽ, അതായത് നമ്മൾ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വയസ്സ് മുതൽ നമ്മൾ എന്ത് ചെയ്യുക, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ ജനിച്ച അന്ന് മുതൽ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഇപ്പൊ നിൽക്കുന്ന സിറ്റുവേഷൻ വരെ, ഇപ്പൊ എത്ര വയസ്സാണോ ആയിട്ടുള്ളത് വെച്ചാല് ഇപ്പൊ നിൽക്കുന്ന സിറ്റുവേഷൻ വരെ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ബേക്കറികൾ തിന്നുന്നുണ്ട്, എണ്ണ പലഹാരങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, ഫാസ്റ്റ് ഫുഡുകൾ, ചിക്കന്, മട്ടന്, ബീഫ് എന്ന് വേണ്ട പോർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ നമ്മളെ വീട്ടിൽ മാത്രം നിന്നിട്ടല്ല നമ്മൾ ബ്രീത്ത് ചെയ്യണേ, അല്ലെ? നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയിൽ നിന്ന്, ബസ്സിൽ നിന്ന്, ബൈക്കിൽ നിന്ന്, അതുപോലെ ട്രെയിന്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. ഈ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഒരിക്കലും എനിക്ക് ഇവിടുത്തെ സ്മെല്ല് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ മൂക്ക് പൊത്തിയിട്ട് നടക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ലല്ലോ, ഉണ്ടോ? അതായത് എനിക്ക് ഈ വീട്ടിലത്തെ സ്മെല്ല് മാത്രമേ ഇഷ്ടമുള്ളൂ, എനിക്ക് വീട്ടിലത്തെ എയർ മാത്രമേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കൂല. അപ്പൊ നമ്മൾ എവിടെ പോയാലും ഓക്സിജൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഓക്സിജൻ ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ഉണ്ടാവുള്ളൂ. ഓക്സിജൻ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ബ്ലഡ് പ്യൂരിഫയർ, രക്തം ശുദ്ധീകരിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഓക്സിജൻ. ഓക്സിജൻ നമ്മളെ ശരീരത്തിൽ എത്തിയെങ്കിൽ മാത്രമേ നമ്മളെ ലൈഫ് മുമ്പോട്ട് പോവുള്ളൂ. അപ്പോ ഈ നമ്മൾ ഇത്ര ശ്വസിക്കുക, ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ശരീരത്തിൽ ഒരുപാട് കെമിക്കൽസ് കയറുന്നുണ്ട്, ഇമ്പ്യൂരിറ്റീസുകൾ കയറുന്നുണ്ട്, അൺവാണ്ടഡ് പാർട്ടിക്കിൾസ്. അത് നമ്മളെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ശരീരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന്റെ പുറമെ പുകകൾ അത് ശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്മോക്ക് ചെയ്യുന്ന ആളുകൾ, സിസർ വലിക്കുന്ന ആളുകൾ, മദ്യപിക്കുന്ന ആളുകൾ, ഇവരെ സംബന്ധിച്ച് ഒന്നും കൂടെ എന്തുണ്ടാവും, എഫക്റ്റ് കൂടുക ചെയ്യാം. അതായത് ഒരു സിസറിന്റെ ഒറ്റ വലിക്കുന്ന സമയത്ത് 4000-ഓളം കെമിക്കലാണ് നമ്മളുടെ ശരീരത്തിലേക്ക് പോകുന്നത്. അതായത് ഒരു സിസർ എടുത്തിട്ട് ഒരു കത്തിച്ചിട്ട് അത് ഒറ്റ വലിച്ചു കഴിഞ്ഞാൽ 4000-ഓളം കെമിക്കലാണ് നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് പുകവലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് എത്ര കെമിക്കൽസ് ഉള്ളിൽ ചെല്ലുന്നുണ്ട്, അല്ലെ? ആർസനിക്, അത് സയനൈഡ്, അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കെമിക്കൽ നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോ അറിയാൻ പറ്റുന്നുണ്ട്, നമ്മളൊരു ചെറുപ്പത്തിൽ കുട്ടിയായിരുന്ന സമയത്ത് ചുവന്ന തുടുത്ത് നല്ലൊരു ഭംഗിയിലൊരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് നമ്മളെ കയ്യിൽ ഡോക്ടേഴ്സ് തരുന്നത്. പക്ഷെ ഈ ഒരു മനുഷ്യന്റെ യാതൊരു വിധയും വില കൽപ്പിക്കാതെ നിന്ന ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ടൊരു സിസറോ അല്ലെങ്കിൽ മദ്യപിക്കുക അല്ലെങ്കിൽ മറ്റുള്ള ലഹരിന്റെ പുറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ശരീരം എന്നും എന്ത് ചെയ്യുക, ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കെമിക്കൽസ് വരുന്ന സമയത്ത് നമുക്ക് ഡീടോക്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ശരീരത്തിലുള്ള കെമിക്കൽസിനെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മളെ എല്ലാ അവയവങ്ങളും തല മുതൽ കാല് വരെയുള്ള, അതായത് ബ്രെയിന്,
കിഡ്നി, ലിവർ, പാൻക്രിയാസ്, അതുപോലെ തന്നെ സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ എന്നൊക്കെ കുടല്, വൻകുടല്, ചെറുകുടല് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. തല മുതൽ കാല് വരെ ഒരുപാട് അവയവങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഈ അവയവങ്ങളിലൊക്കെ കെമിക്കൽസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഡീടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ബ്ലഡ് പ്യൂരിഫയർ, ഡീടോക്സ്, അതുപോലെ തന്നെ 95 എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് ഏറ്റവും കൂടുതൽ എഫക്ട് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രീ റാഡിക്കൽ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയുന്നുണ്ടാവും. ഫ്രീ റാഡിക്കൽ എന്ന് പറയും, നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹോർമോൺസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചിരിക്കുന്ന സമയത്ത് ചിരിക്കാനും ഹോർമോൺസ് ഉണ്ട്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിന്തിക്കാനും ഹോർമോൺ ഉണ്ട്, സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് സങ്കടപ്പെടാൻ ഹോർമോൺ ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലേക്കും എന്താണ് നമ്മളെ ചിന്തയ്ക്ക് അനുസരിച്ചുണ്ടാവും നമ്മളെ ശരീരത്തിന്റെ ഘടന. അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, ഏത് രീതിയിലാണോ ചിന്തിക്കുന്നത്, ഏത് വിഷയമാണോ നമ്മൾ ചിന്തിക്കുന്നത്, ആ രീതിയിലാവും നമ്മളെ ലൈഫ് മുമ്പോട്ട് പോവാ. പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് പോസിറ്റീവായിട്ട് പോകാനും, നെഗറ്റീവ് രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ മാക്സിമം ടെൻഷനുകൾ നമ്മൾ കുറയ്ക്കാം. നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നൊന്നും പറയണില്ല, പക്ഷെ നമ്മൾ ടെൻഷനുകൾ കുറയ്ക്കാം. ടെൻഷൻ കൂടുന്തോറും നമ്മളെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽ കൂടിക്കൊണ്ടിരിക്കും. ഹലോ, നമ്മൾ ടെൻഷൻ അടിക്കും തോറും നമ്മളെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ 95ന്റെ പങ്ക് വലുതാ. അപ്പൊ നമ്മൾ ഫ്രീ റാഡിക്കൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 95 ഉപയോഗിക്കുന്നത്. അത് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ ആളുകൾക്ക് അറിയുന്നുണ്ടാവും ഈ ഫ്രീ റാഡിക്കൽ എന്താണ്, അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ആണ് എന്താണെന്നുള്ളത്. ഈ ഫ്രീ റാഡിക്കൽ വരുംതോറും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ഷുഗർ, പ്രഷർ, ടെൻഷൻ, അതുപോലെ തന്നെ കൊളസ്ട്രോള്, പിന്നെ ക്യാൻസർ, സോറിയാസിസ്, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്നൊക്കെ പറയും. സ്വന്തം നമ്മളെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ. ഇപ്പൊ നമ്മളെ ശരീരത്തിൽ ഷുഗർ ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഓരോ അവയവത്തിന്റെയും കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക. പോരാത്തതിന് നമ്മൾ വയസ്സാവും തോറും അതിന്റെ ഓർഗൻസിന്റെ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതിനെന്ത് ചെയ്യാം, ഒന്നും കൂടെ മെച്ചപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് 95 എന്നിട്ട് പറഞ്ഞിട്ടില്ല നമ്മൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നല്ലൊന്ന് സൂചിപ്പിക്കുകയാണ്, വെൽനസ് പ്രോഡക്ട്സുകളാണ്. അതായത് വെൽനസ് പ്രോഡക്ട്സുകൾ നമ്മളൊരു അസുഖം വന്നതിന് ശേഷം മാത്രമാണ് സാധാരണ ഇതുവരെ ഇന്ന് മൈ ലൈഫ് ചെയ്യുന്ന ഒരു വ്യക്തി ഇന്നലെ വരെ എന്താണ്, ഇന്ന് മുതൽ മൈ ലൈഫ് ചെയ്യുന്ന ഒരു വ്യക്തി ഇന്നലെ വരെ എന്താണ് ചെയ്തതെന്ന്, നമ്മൾ എന്തെങ്കിലും തലവേദന, പനിയോ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടറെ പോയി കാണാൻ ചെയ്യാം. ഡോക്ടറെ പോയി കാണും. ഡോക്ടർ എന്ത് ചെയ്യും, ഡോക്ടർ ഒരു 2-3 മെഡിസിൻ എഴുതി തരും. ജസ്റ്റ് നമ്മൾ പറയുന്ന ലക്ഷണ പ്രകാരം ഡോക്ടർ 2-3 മെഡിസിൻ എഴുതി തരും. അത് നമ്മൾ ഒരാഴ്ച കുടിക്കും. ചിലപ്പോൾ കുറവുണ്ടാവും, ചിലപ്പോൾ കുറവുണ്ടാവില്ല. എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും ചിലപ്പോൾ ഡോക്ടറെ പോയി കാണുന്നുണ്ടാവും. മാറിക്കഴിഞ്ഞാൽ ഡോക്ടറെ പോയി കാണൂല, പിന്നെ നമ്മൾ പോയി കാണും. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും, വീണ്ടും വേറെ ഗുളിക എഴുതി തരും. അങ്ങനെ ഡോക്ടർ ഇങ്ങനെ മാറ്റി മറിച്ച് എഴുതി തരുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുന്ന സമയത്ത് ഒന്നെടുത്ത ഒന്ന് ഫ്രീ, 2 എടുത്ത 2 ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു അസുഖത്തിനാണ് നമ്മൾ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മെഡിസിൻ ഉപയോഗിച്ചിട്ട് വേറെ 2 അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. ഒന്നെടുത്ത ഒന്ന് ഫ്രീ ആണ്. അത് ഇംഗ്ലീഷ് മെഡിസിന്റെ പോരായ്മ അല്ല, അത് ഇംഗ്ലീഷ് മെഡിസിന്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പൊ ഇപ്പോ ഈ പെർട്ടിക്കുലർ ആയിട്ട് ഇന്ന കാര്യത്തിന് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ശരീരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഹലോ, ഇപ്പൊ എനിക്ക് തലവേദനക്ക് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ക്യാപ്സൂളോ കാര്യങ്ങളോ ഉപയോഗിക്കാൻ പറ്റൂല. അതെന്ന് വെച്ചാൽ അങ്ങനെ തലവേദനക്ക് അല്ലെങ്കിൽ മൈഗ്രെയിന് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ എന്താണ് വയറുവേദനക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്സൂളും ഉപയോഗിക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ എന്ത് ഉപയോഗിച്ചാലും നമ്മളെ ശരീരത്തിൽ എന്ത് ചെയ്യാം, പൊടിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ബ്ലഡിനോട് ലയിക്കുക. ബ്ലഡ് എവിടൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നു, എവിടൊക്കെ ബ്ലഡ് എത്തുന്നു, ഇവിടൊക്കെ എന്തുണ്ടാവും, ഈ സംഗതി എത്തിപ്പെടുക ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഈ എന്തിനാണോ നമ്മൾ ഉപയോഗിച്ച് ചിലപ്പോ അത് സപ്രസ് ചെയ്യാനോ അതിനെന്ത് ചെയ്യാം, ഇല്ലാതാക്കാനും സാധിക്കും. പക്ഷെ ഇത് സൈഡ് എഫക്റ്റ് ആയിട്ട് എന്ത് വരുന്നുണ്ട്, നമ്മളെ ശരീരത്തിൽ വേറെ എഫക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോ ഇത് 1-2 ദിവസം മെഡിസിൻ ഉപയോഗിച്ച ആളുകൾക്ക് ഇത് വലിയ രീതിയിൽ ബാധിക്കൂല. പക്ഷെ ഇത് സ്ഥിരമായിട്ട് ഇപ്പൊ ഒരു ഷുഗറോ പ്രഷറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾക്ക്, അല്ലെങ്കിൽ തൈറോയിഡ്, ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനൊക്കെ നമ്മൾ മെഡിസിൻ ഇൻടേക്ക്, അതായത് മെഡിസിൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് കുറെ കാലങ്ങൾ നമ്മൾ മെഡിസിൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അതാണ് വയസ്സാവും തോറും ആളുകൾക്ക് എന്തുണ്ട്,
മെഡിസിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് കൂടുതലാണ്. അപ്പൊ എന്താ വെച്ചാൽ ഇത് കഴിച്ചാൽ മാറും എന്നുള്ളതാണ്. ശരിക്കും അത് മാറുന്നത് മാത്രല്ല, അവിടെ സപ്രസ് ചെയ്യപ്പെടാണ്. അതായത് എന്താ പറയാ, അടിച്ചമർത്തപ്പെടാണ് സംഗതി. നമ്മൾ ഉള്ളിലുള്ള കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്, പക്ഷെ ആ ഒരു അവസ്ഥ അവിടെ ഇല്ലാതാക്കിയിട്ട് മുമ്പോട്ട് പോവാണ്. ഇത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ഇപ്പോ മറ്റേ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ നല്ല വെയിലും ചൂടുള്ള കാലത്ത് എന്തുണ്ടാവും, നമ്മളെ തരിശു ഭൂമിയാവും. കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ നല്ല വെയിലും ചൂടൊക്കെ ഉള്ള സമയത്ത് ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത സംഗതി ഉണ്ടാവും, ഭൂമിയാവും നമുക്ക് കാണപ്പെടാം. പക്ഷെ നല്ലൊരു മഴ, 1-2 ദിവസം നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ പുതിയ പുല്ലട മുളയ്ക്കും അല്ലെ. അതേപോലെ തന്നെയാണ് ഈ മെഡിസിന്റെ ഒരു അവസ്ഥ. നമ്മള് കുടിക്കുന്ന സമയത്ത് ഒന്ന് ഡമരും. എന്നിട്ട് എന്ത് ചെയ്യും, കുറച്ചു കാലം കൂടെ കഴിഞ്ഞാൽ ചിലപ്പോ ഈ ഒരു സെയിം സിറ്റുവേഷൻ ഒരു മനുഷ്യന് എന്ത് ചെയ്യും, അസുഖങ്ങളായിട്ട് പിന്നീട് വലിയ രീതിയിൽ മാറുകയാണ്. ആ ഒരു സിറ്റുവേഷൻ ആണ് മനുഷ്യന്മാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രോബ്ലംസുകൾ ഉണ്ടോ ആ പ്രോബ്ലംസുകളൊക്കെ മാറ്റാൻ പറ്റുന്നൊരു പ്രൊഡക്ട്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം എന്താ വെച്ചാല് ശരിക്കും വെൽനെസ് എന്നിട്ടുള്ള ഒരു കാറ്റഗറിന്റെ ഒരു ആവശ്യകത ഇല്ല. കാരണം എന്താ വെച്ചാൽ നല്ല ഫുഡാണ്, നല്ല മെഡിസിന് നമുക്ക് അറിയുന്നുണ്ടാവും. കാരണം എന്താ വെച്ചാല് നല്ല, അതായത് പ്രോട്ടീന്, വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഒരുപാട് വളമകൾ യൂസ് ചെയ്തുകൊണ്ടാണ് കൃഷി ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കാരണവശാലും ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ, ഓർഗാനിക് ആയിട്ടുള്ള എന്താണ് പച്ചക്കറികളോ പഴങ്ങളോ ഒന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഇന്ന് കുറവാണ്. അപ്പൊ നമുക്ക് അത് ഇന്ന് കിട്ടുന്നത് കഴിക്കാന്നുള്ളതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കാൻ സാധിക്കണം. സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ള ആവശ്യമുള്ള എല്ലാ അവശ്യ സാധനങ്ങളും ഉത്പാദിപ്പിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. കാരണം എന്താ വെച്ചാൽ ഒരു വ്യക്തിനെ സംബന്ധിച്ച്, ഇവിടെ ഇരിക്കുന്ന ഒരു 10, 100, 1000, 10,000 ആളുകളെ സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു തോട്ടം, സ്വന്തമായിട്ടൊരു ഫ്രൂട്ട്സ്, ഇല്ല അതുപോലെ തന്നെ പച്ചക്കറി, ഇല്ലെങ്കിൽ അരി, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പോസിബിൾ ആണോ? ഹലോ, പോസിബിൾ ആണോ? അല്ല. അപ്പൊ എന്താ വെച്ചാല് അത് ഇമ്പോസിബിൾ ആയതുകൊണ്ട് എന്താണ്, നമുക്ക് ഇന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ വരുന്ന എഫക്റ്റ് കുറയ്ക്കാനും നമ്മളെ ശരീരത്തിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാനും സാധിക്കുന്ന ഒരു പ്രോഡക്ട്സ് ആണ് വെൽനെസ്. അതായത് നല്ല ഭക്ഷണം, നല്ല മെഡിസിൻ ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ വെൽനെസ് പ്രോഡക്ട്സുകൾ ഇറങ്ങിയിട്ടുള്ളത്. അസുഖം വന്ന് ചികിത്സിക്കുന്നതിലും കൂടുതൽ നല്ലത് അസുഖം വരാതിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്താണ്, നമ്മൾ എന്തൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും, ഇല്ലെങ്കിൽ എന്തൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻസും മിനറൽസും ഇന്ന് നമുക്ക് ശരിക്കും ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നില്ല. ആ കിട്ടാത്ത സിറ്റുവേഷനിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വൈറ്റമിൻസ്, മിനറൽസ്, കാൽസ്യം, അയൺ, സിങ്ക്, ഫോളിക് ആസിഡ്, പൊട്ടാസ്യം, സോഡിയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മൂലകങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. ഇത് കുറയുമ്പോഴാണ് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വയസ്സാവുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ആരെങ്കിലും അനുഭവത്തിലുണ്ടാവും, സോഡിയം കുറഞ്ഞു, പൊട്ടാസ്യം കൂടി, കാൽസ്യം കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്നുണ്ട് ആളുകളെ. ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മള് ഭക്ഷണത്തിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു കുറവ് പരിഹരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ട്രീറ്റ് ചെയ്യും, പിന്നെ അത് മാറും, വീണ്ടും ഇതന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് മെഡിസിൻ ഉപയോഗിച്ചത് കൊണ്ട് ആ ഒരു സ്പോട്ടിൽ എമർജൻസി മെഡിസിൻ എന്നാണ് ശരിക്കും ഇംഗ്ലീഷ് മെഡിസിനെ പറയാം. എമർജൻസി മെഡിസിൻ എന്ന് വെച്ചാൽ അത്യാവശ്യ ഘട്ടത്തിൽ അല്ലെങ്കിൽ ആപത്ത് ഘട്ടത്തിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ സൊല്യൂഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് മെഡിസിൻ, അത് അലോപ്പതി ഇല്ലെങ്കിൽ എമർജൻസി മെഡിസിൻ അതിനെ സമീപിക്കേണ്ടത്. പക്ഷെ നമ്മളുടെ ഒരു ഇത് എന്താ വെച്ചാൽ ഭക്ഷണത്തിൽ നിന്ന് എന്താണോ കിട്ടാത്തത് ആ ഒരു കിട്ടാത്ത കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരു വെൽനെസ്. അതായത് നമ്മുടെ എലമെന്റ്സ് വെൽനെസ്, അത് ഓൺ ആൻഡ് ഓണിന്റെ സപ്ലിമെന്റ് രൂപത്തിലാണ് നമ്മൾ ശരീരത്തിലേക്ക് എത്തിക്കുന്നത്. സപ്ലിമെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു മഞ്ഞൾ എടുക്കുക വെച്ചാൽ അതിലൊരു കുറുക്കും എന്നുള്ള കണ്ടന്റ് ആണ് നമുക്ക് ആവശ്യിച്ചാൽ അത് മാത്രം എക്സ്ട്രാക്ട് ചെയ്യാം. അതൊരു കുരുമുളകാണ് എടുക്കുന്നത് വെച്ചാൽ അതിലുള്ള ഒരു കണ്ടന്റ് ഏതാണ് നമുക്ക് ആവശ്യം അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാം. ഒരു വെളുത്തുള്ളി എടുക്കുന്ന സമയത്ത് അലിസിനാണ് നമുക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ അത് മാത്രം എക്സ്ട്രാക്ട് ചെയ്യാം. അങ്ങനെ ഏതൊരു പ്ലാന്റ് ആണ്, ഏതൊരു ചെടിയാണ് എടുക്കുന്നത്, നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടന്റ് ആണോ വേണ്ടത്, നമുക്ക് ആ ഒരു ചെടിയിൽ നിന്ന് എന്ത് കണ്ടന്റ് ആണോ വേണ്ടത് ആ കണ്ടന്റ് മാത്രം എക്സ്ട്രാക്ട് ചെയ്തിട്ട് ലാബിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുത്തിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്റ്റ് മേക്ക് ചെയ്യലാണ് നമ്മളെ എലമെന്റ്സിന്റെ, അതായത് നമ്മളെ മൈ ലൈഫിന്റെ പ്രൊഡക്റ്റ് സപ്ലിമെന്റ്സ് മുഴുവൻ.
അതാണ് സപ്ലിമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് എന്ത് കണ്ടന്റ് ആണോ വേണ്ടത് ആ കണ്ടന്റ് നമ്മളെ ശരീരത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മളെ ശരീരത്തിന്റെ സിറ്റുവേഷൻ, നമ്മുടെ അവസ്ഥ ഒന്നും കൂടെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കണം എന്നുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ മൈ ലൈഫ് ചെയ്യുന്ന എല്ലാ ആളുകളും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാല് നമുക്കൊരു കോൺഫിഡൻസ് വരാനും നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസ് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളെ പ്രോഡക്റ്റ്. അപ്പൊ ഈ ഒരു ആയുർവേദത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഈ സപ്ലിമെന്റ് ഉപയോഗിക്കുന്ന സമയത്ത് മിനിമം ഒരു 90 ദിവസമെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ ഒരു കണ്ടന്റ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഒരു 90 ദിവസമെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ ഈ കണ്ടന്റ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയാലാണ് എന്ത് ചെയ്യാ നമ്മളെ ശരീരം റിയാക്ട് ചെയ്തു തുടങ്ങുള്ളൂ. ഇന്റേണൽ ആയിട്ട് ആന്തരികമായിട്ട് ഈ റിയാക്ട് ചെയ്തു തുടങ്ങുള്ളൂ. അതിനുശേഷം ചിലപ്പോൾ പൊന്താനുള്ളത് സ്കിന്നിൽ കാണിക്കേണ്ട കാര്യങ്ങളാന്ന് വെച്ചാല് സ്കിന്നിൽ കാണിച്ചുകൊണ്ടും അതുപോലെ തന്നെ എന്തെങ്കിലും ശാരീരിക എഫക്റ്റുകൾ രൂപത്തിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യാനോ ഒക്കെ അതൊക്കെ ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്. ഒരു 3 മുതൽ 6 മാസം വരെയാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ള DB അനന്തൻ നാരായണ പോലത്തെ സയന്റിസ്റ്റുകൾ, KC ഗൗണ്ടൻ പോലത്തെ സയന്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാരൊക്കെ എന്ത് പറഞ്ഞിട്ടുള്ളത്, ഒരു 3 മാസം മുതൽ 6 മാസമെങ്കിലും ഒരു സാധാരണ വ്യക്തി ഉപയോഗിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു ഏതൊരു അസുഖക്കാരനും അല്ല നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത്. നോർമൽ ആയിട്ടൊരു വ്യക്തി, അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിനെ അസുഖത്തിലേക്ക് പോവാതെ അവരുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആരോഗ്യവാനായിട്ടുള്ള ആളുകളുടെ ആരോഗ്യസ്ഥിതി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ് നമ്മൾ ഈ മാർക്കറ്റ് ചെയ്യുന്നതും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകളിലേക്ക്, അസുഖം വന്നിട്ടുള്ള ആളുകളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിക്കുന്നുണ്ട്. അപ്പോ അവിടുന്ന് നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോ അസുഖം ഇല്ലാത്തൊരു വ്യക്തിനെ സംബന്ധിച്ച് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് വളരെയധികം പോസിറ്റീവ് റിസൾട്ടാണ് നമുക്ക് കിട്ടുക. പക്ഷെ അത് നമുക്ക് ചിലപ്പോൾ കാണാനോ അല്ലെങ്കിൽ അനുഭവിക്കാനോ ചിലപ്പോൾ സാധിച്ചോളണം എന്നില്ല കൂടുതലും. പക്ഷെ നമ്മൾ അതുകൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യണം, അസുഖം തേടിയിട്ട് പോണത്. ഈ അസുഖം തേടി പോകുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് അവിടെ റിസൾട്ട് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഹാപ്പിനെസ് കിട്ടുക, ഒരു സന്തോഷം കിട്ടുക. അപ്പൊ അതുകൊണ്ടാണ് ആളുകൾ മാക്സിമം ആളുകൾ അസുഖക്കാരെ കാറ്റഗറിയിലേക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് എത്തിക്കാനുള്ള കാരണം. പക്ഷെ നമ്മളിത് എല്ലാ ആളുകളോടും പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, എനിക്കിപ്പോ ഒരു ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യാം, ഒരു വർഷത്തിൽ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം 5 മാസമെങ്കിലും നമ്മൾ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാല് ഭാവിയിൽ നമ്മൾ അസുഖങ്ങൾ വരാതിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ചാൻസ് കൂട്ടാൻ പറ്റുന്ന ഒരു പ്രൊഡക്ട്സുകളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിൽ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് എന്ത് ചെയ്യാം പറയാനുള്ളത്. അപ്പൊ എന്തായാലും എല്ലാ ആളുകളോടും എനിക്ക് ഹലോ, എനിക്ക് എത്ര സമയം? 7:15 വരെ. ഓക്കെ. അപ്പോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടെ എന്താ വെച്ചാല്, നമ്മൾ ഇന്ന് മുതൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, അത് ബിസിനസിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ പാസീവ് ഇൻകം ഇത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം. ചിലപ്പോൾ എല്ലാ ആളുകളും അങ്ങനെ തന്നെ ആണ്. എന്നാലും ജസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവം കൊണ്ട്, ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയണം. എന്താ വെച്ചാല് പാസീവ് ഇൻകത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കണം. കാരണം എന്താ വെച്ചാല് നമ്മളിപ്പോ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 10 വർഷമാണ് മൈ ലൈഫ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. നമ്മൾ 25 വയസ്സ് മുതൽ ഒരു 55-60 വയസ്സ് വരെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഒരു ആയുഷ്കാലം മൊത്തം ഒരു 35 വർഷമാണ് നമ്മൾ ജോലി ചെയ്യപ്പെടുന്നത്. അതായത് ഒരു വ്യക്തി ജോലി ചെയ്യാന്ന് വെച്ചാല് 35 വർഷം അല്ലെങ്കിൽ 40 വർഷം ഇയാൾക്ക് ആരോഗ്യവാനായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെ? നമ്മൾ ചിന്തിക്കുകയാണെന്ന് വെച്ചാല് ഒരു 25-ാമത്തെ വയസ്സിലാണ് ജോലി ചെയ്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് മുതൽ ഒരു 35 വർഷം നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോ നമുക്ക് ശമ്പളം സ്റ്റാർട്ടിങ് സാലറി എന്ന് വെച്ചാൽ ചിലപ്പോ 20,000, 30,000, 50,000 ഒന്നും കിട്ടിക്കോളണമെന്നില്ല. ഒരു ആവറേജ് സാലറി എന്നുള്ള രീതിയിൽ 20,000 സാലറി കിട്ടുന്ന ഒരു വ്യക്തിക്ക്, ഒരു 20,000 സാലറി കിട്ടുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഒരു 35 വർഷം നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 84 ലക്ഷം ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ഈ പറയുന്ന കണക്കാർക്കെങ്കിലും ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടി നോക്കണേ. എന്താ വെച്ചാല് ഒരു മനുഷ്യന് ഒരു ദിവസം 800 രൂപ എന്നുള്ള ഒരു ആവറേജ് കൂലി എടുക്കുന്ന സമയത്ത്, ദിവസവേതന എടുക്കുന്ന സമയത്ത് ഒരു 20-25 ദിവസം ഒരു മാസം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 5 ദിവസം ഞായറാഴ്ച ആയിട്ട് 4 ദിവസം ഞായറാഴ്ച ആയിട്ടൊക്കെ പോകുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഒരു മാസം 20,000 രൂപയാണ് സാലറി കിട്ടുക. ഈ 20,000 രൂപ ഒരു വർഷം എന്ന് വെച്ചാൽ 2,40,000 ആണ് നമുക്ക് ഇൻകം കിട്ടുക.
അല്ലെ? 2,40,000 ഇൻകം കിട്ടുക. ഈ 2,40,000 ഇൻറ്റു 20,000 സാലറി വെച്ചിട്ട് നമ്മളാണ് കൂട്ടാണ്. ഒരു 5 വർഷം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ലക്ഷം റുപ്യ നമ്മളെ കൈമ കിട്ടും? 12 ലക്ഷം റുപ്യ നമ്മൾ 5 വർഷം കൊണ്ട് നമ്മളെ കൈമ കിട്ടുള്ളൂ. അങ്ങനെ ഒരു 35 വർഷം ചെയ്യുന്ന സമയത്ത് 84 ലക്ഷം റുപ്യാണ് ഒരു 20,000 സാലറി കിട്ടുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് 84 ലക്ഷം രൂപയാണ് നമ്മളെ കൈകളിലൂടെ കയറി ഇറങ്ങി പോകുന്നത്. സമ്പാദ്യമല്ല, നമുക്ക് കിട്ടുന്നു, നമ്മൾ ചെലവാക്കുന്നു, ചിലപ്പോൾ സേവ് ചെയ്യുന്നു. 84 ലക്ഷം റുപ്യ, 1 കോടി പോലും ടച്ച് ചെയ്യുന്നില്ല ഒരു മനുഷ്യന്റെ ആയുഷ്കാലം മൊത്തം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ ഒരു മൈ ലൈഫിനെ സംബന്ധിച്ച് ഞാനീ പറയുന്നത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കാൽക്കുലേഷനിൽ കണക്കിൽ എല്ലാ ആളുകൾക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. ഒരു 5 വർഷം കൊണ്ട് ജോലിയിൽ നിന്ന് കിട്ടുന്നത് 12 ലക്ഷം അല്ലെങ്കിൽ ഒരു 35 വർഷം കൊണ്ട് കിട്ടുന്ന ഒരു 84 ലക്ഷമാണ്. പക്ഷെ മൈ ലൈഫ് എന്ന് കിട്ടുന്നത് എന്താ വെച്ചാല്, ഒരു വർഷം കൊണ്ട് നമ്മൾ മൈ ലൈഫ് ഏറ്റെടുത്ത് മുമ്പോട്ട് ഒരു 10 ആളുകളിലേക്ക് അവസരം കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു 1 ലക്ഷം രൂപയാണ് ബിസിനസ് നടക്കുന്നത് എന്ന് വിചാരിക്കുക. 1 ലക്ഷം ബിസിനസ് വഴിയാണ് നമുക്ക് നടക്കുന്നത് വിചാരിക്കുക 10 ആളിലൂടെ. നമ്മൾ ഓർഗനൈസേഷൻ 1 അല്ലെങ്കിൽ 2 5 വ്യക്തികൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് 50,000 ബിസിനസ് വഴി 50,000 ബിസിനസ് വഴി മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര രൂപ കിട്ടും? 6,000 രൂപയാണ് നമുക്ക് 50,000 ബിസിനസ് വഴി മാച്ച് ചെയ്താൽ കിട്ടുന്നത്. നെക്സ്റ്റ് വർഷം, അടുത്ത വർഷം ഈ ഒരു 10 വ്യക്തികൾക്ക് അവസരം കൊടുക്കുന്ന സമയത്ത് 100 വ്യക്തികളിലേക്ക് ഈ അവസരം എത്തും ചെയ്യും. അവിടെ 10,000 രൂപ വെച്ച് നടക്കുന്ന സമയത്ത് ഒരു 10 ലക്ഷം രൂപ അല്ലെ, ഒരു 10 ലക്ഷം രൂപ ബിസിനസ് നടക്കുകയും ചെയ്യും. അപ്പൊ ഈ 10 ലക്ഷത്തിന് നമ്മൾ എന്ത് ചെയ്യും? 1 ഉം 2 ആക്കി മാറ്റുന്ന സമയത്ത് 5 ലക്ഷം ബിസിനസ്സിലൂടെ നടന്നു കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും? 60,000 രൂപയാണ് ഇൻകം കിട്ടുക രണ്ടാമത്തെ വർഷം അല്ലെ? ശരിക്കും ഇത് ഡയറക്റ്റ് പറഞ്ഞു തരേണ്ട ഒരു കാര്യമാണ്. അപ്പൊ മൂന്നാമത്തെ വർഷം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒരു 6,000 കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിനെ സംബന്ധിച്ച് രണ്ടാമത്തെ പുതിയ 10 ആളുകൾക്ക് അവസരം കൊടുക്കുന്ന സമയത്ത് 100 വ്യക്തികളും അവരിലൂടെ നമുക്ക് 60,000 രൂപ കിട്ടുകയും ചെയ്യും. മൂന്നാമത്തെ വർഷം 60,000 എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? 6 ലക്ഷമായിട്ടും, നാലാമത്തെ വർഷം 6 ലക്ഷം എന്നുള്ളത് 60 ലക്ഷമായിട്ടും, അഞ്ചാമത്തെ വർഷം 60 ലക്ഷം എന്നുള്ളത് 6 കോടിയായിട്ടും, 6 കോടി എന്നുള്ളത് എന്തുണ്ടാവും? അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകും. അപ്പൊ ഒരു 6 കോടി അല്ലെങ്കിൽ ഒരു 60 ലക്ഷം എന്നുള്ള രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഞാൻ മൈ ലൈഫിൽ ഒരു 10 വർഷം കൊണ്ടാണ് 6 കോടി ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ 6 കോടി ആയിരിക്കണം 10 വർഷം എന്ന് അരിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇന്ന് മുതൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഏതൊരു വ്യക്തിക്കും ഒരു 5 ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ജോലിന്റെയും ബിസിനസിന്റെ ഒരു പ്രത്യേകതയാണ്, ജോലി ചെയ്യുന്നവന് എന്നും 20,000 27,000 30,000 സാലറിയിൽ നിന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മൈ ലൈഫ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് 1 2 3 4 5 മുതൽ 10 വർഷം മൈ ലൈഫ് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ അപ്പനെ ലീഡേഴ്സിനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ബെൽനിസാർ 10-15 ലക്ഷം റുപ്യന്റെ മുകളിലാണ് വരുമാനം മാസം. 30 ലക്ഷം റുപ്യയുടെ മുകളിലാണ് അനീസാർ വരുമാനം. 1 കോടിന്റെ മുകളിലാണ് നമ്മുടെ ഉബീൻ സാറിന്റെ വരുമാനം. അപ്പൊ എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള വരുമാനം സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ നാളെ ഈ അപ്ലയൻസ് വർക്കിന് പോയിട്ടില്ലെങ്കിലും എന്തുണ്ടാവും? ഈ വരുമാനം ഒരു കാരണവശാലും നിൽക്കുന്നില്ല എന്നുള്ളത്. അതാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളില്ലാത്ത സിറ്റുവേഷൻ, നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലും നമുക്ക് ഇൻകം മുടങ്ങൂല എന്നുള്ളതാണ് മൈ ലൈഫിലുള്ള പ്രത്യേകത. അപ്പൊ എല്ലാ ആളുകൾക്കും മൈ ലൈഫ് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാന് സാധിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് ബിസിനസ് ചെയ്തിട്ട് വലിയ രീതിയിൽ ഒരു 10 വർഷം ഒരു ലോങ് ടൈം പ്രോസസ്സ് അല്ല, ഒരു ലോങ് ടൈം ബിസിനസ് ആയിട്ട് മൈ ലൈഫിനെ കാണാൻ എല്ലാ ആളുകൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കാൻ എല്ലാ ആളുകൾക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് മൈ ലക്ഷ്യം. താങ്ക് യു.